ദേ വരണ് തുറമുടിക്കാൻ ജനിച്ചവൻ. അയലന്തരത്തുകാരെ വരെ വെറുപ്പിച്ചിട്ടവൻ വന്നേക്കാണ്. തുറക്കാരി പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കെട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത്? ഓടെ പോയി വല്ല കടലിൽ ചാടി ചാക്. കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവാ. ഒന്ന് വിഷമിച്ച് കഴിയുമ്പോ എല്ലാരും കടലമ്മയെ വിളിക്കുമല്ല, അപ്പൊ ഒരു ചാകര കൊണ്ട് തരികയും ചെയ്യും. ഈ തുറയുന്ന മീനും കൊണ്ട് ഓട്ടം പോകാന്ന് ലോറൻസ് വിചാരിക്കണ്ടാട്ടാ. ലോറി വല്ല മണലടിക്കാൻ പോണേണ് നല്ലത്. ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നെങ്കിൽ ആ എണ്ണം കെട്ടവൻ ഈ തുറയിന്ന് പോണം. ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ പാവൻ ചെക്കനെ കരയെന്ന് ഓടിക്കല്ലേ. വരുത്തന്മാര് വലിയ അഭിപ്രായം പറയണ്ട. കാലങ്ങളായിട്ട് തുറലാശം പറഞ്ഞതാ ഞങ്ങളുടെ ശരി. ആശാന ചെക്കനോട് തുറയെന്ന് പോണോന്ന് പറഞ്ഞാ പോണം. ദിവാകരേട്ടൻ ഒരു ചായ. പാലില്ല. കട്ടൻ ചായ മതി. അതെ, ദിവാരനൊന്നും തോന്നരുത്. തുറയിൽ ആശാന്റെ വാക്ക് ധിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ളം പോലും കൊടുത്തിരുന്ന. താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ചു. ഒന്ന് പച്ച പിടിച്ചു വന്നപ്പാ ഈ തുറ തന്നെ മുടിക്കാൻ പോവുകയാണല്ലേ. എന്റെ അച്ഛനൊക്കെ ഒന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം. ഇനി ഈ ആണും പെണ്ണും കെട്ടവൻ തന്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പുണ്ടാ? പോയി പെമ്പർനോത്തിയോട് അന്വേഷിച്ചു നോക്ക്. ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ താനങ്ങ് രക്ഷപ്പെട്ടു. നിന്റെ പിഴച്ച മോനെ വിളിച്ചോണ്ടി തുറന്നു പോയില്ലെങ്കിൽ രണ്ടിനെയും തല്ലിക്കൊന്ന് കടലെറി ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിന് വിലക്ക് ഏൽപ്പിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. ഇവനീ തുറയുടെ ശാപമല്ലെന്ന് ആശാദൻ എല്ലാവരോടും വിളിച്ചു പറയണം. ഇവനെയും കൊണ്ട് എന്റെ മുന്നിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുറവിട്ട് പൊക്കോണം. ഇല്ലേ കരക്കാരിവനെ പുറംകടലിൽ കൊണ്ടുപോയി താത്തും. പിന്നെ മൂന്നാം പക്കം ഇവന്റെ ശവേ നിനക്ക് കിട്ടും. ആണും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാപം തന്നെ. പൊയ്ക്കോ, ഈ തുറവിട്ട് വേഗം പൊയ്ക്കോ. മാലു, ഞാൻ ഈ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ മാലു. നമ്മളെ വേണ്ടാത്ത തുറ നമുക്കും വേണ്ട. വല്ല കാട്ടിലോ മലയിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. നീ എന്തിനാ വേണ്ടിയിരിക്കാണ്? വല്ല കെട്ടിപ്പറക്കാണ്ടെങ്കിൽ എടുത്ത് വെക്കടാ. വെട്ടം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പോവാം. ഈ തുറ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ഇല്ലേ? പിന്നെ നീ എന്താണ് ചാകാൻ തീരുമാനിച്ച? അങ്ങനെയാണ് വിധിങ്ങ. അങ്ങനെ എടി ശാന്ത വിവരത്തിന് പ്രാന്ത് പിടിച്ച
ഇയാടെ ശവമൻ നിന്നെ കൺമുമ്പിട്ട് തല്ലിക്കൊണ്ട കാണാനുള്ള കരുത്തില്ലാത്തോണ്ട് പറയണം. ഉള്ള ജീവനെ കൊണ്ട് വേറെ സ്ഥലം വിടാൻ നോക്കാം. ആൺകുട്ടിയല്ലെന്ന് പറഞ്ഞ് ഈ കരയൊന്നും എനിക്ക് വയ്യ. ഞാൻ ആൺകുട്ടിയാണ്. എന്നെ ആര് പറഞ്ഞ്? എന്നിട്ട് നിന്റെ കൂടെ നടക്കുന്ന പെങ്കൊച്ചു പോലും പറഞ്ഞില്ല നീ ആണാണെന്ന്. അവളുടെ പോലും നാവിറങ്ങി പോയല്ല. ആരും പറയണ്ട, ഞാനും കടലിന്റെ മോനാ. എന്താ കടലും വീടേന്ന് മീൻ തരാൻ പറയടാ. നീ ശാപമെല്ലാം തെളിയിക്കാനായിട്ട് വള്ളം നിറച്ച് മീൻ തരാൻ പറ. നിങ്ങൾ വെറുതെ കുടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിക്കണ എന്തിനാ? അവന്റെ തലയിൽ ഇപ്പൊ ഒന്നും കയറൂല. അവൻ വന്നോളും. എടാ നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. ഞാൻ വരില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ? തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണാ? നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാൻ. എടാ തന്തയും തള്ളയും പറഞ്ഞ അനുസരണ വേണം. എന്റെ ഭഗവതി, ഇങ്ങനെ ആണും പെണ്ണും കെട്ട ഒരുത്തൻ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല. കടലമ്മയുടെ കൊട്ടാരത്തിൽ ചെന്ന് എന്തു ചോദിച്ചാലും കടലമ്മ തരും. പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണ് വേണം. മാലു, മാലു. രാധ പൊക്കോ, അച്ഛനെങ്ങാനും കണ്ട. ഞാൻ പോവാണ് മാലു. എന്ത് ചോദിച്ചാലും കടലമ്മ തരുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലമ്മോട് ഒരു ചാകര ചോദിക്കും, വള്ളം നിറയെ മീൻ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ഈ തുറക്കാരുടെ മുമ്പില് ഞാൻ ആൺകുട്ടിയെ തെളിയിക്കും. എനിക്ക് വേണ്ടി ഈ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ നീ ഉണ്ടാവോ മാലു? രാധ പൊക്കോ, ഈ കരയിൽ നിൽക്കണ്ട, ഇങ്ങോട്ടെങ്കിലും പൊക്കോ. ഒതുങ്ങിയൊന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നടാ. നിനക്കെന്റെ പെണ്ണിനെ വേണോ അല്ലടാ? With him a new day has begun. Lord, we thank you for today. അല്ലെങ്കിൽ വേണ്ടാത്ത കുറിച്ചൊക്കെ എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ. ഒരുത്തൻ കടലിൽ ചാവാൻ കിടക്കണ കണ്ടാ കണ്ടില്ല വെച്ചിട്ട് പോരാൻ പറ്റുമോ റോസി?
ജീവൻ രക്ഷിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാ. അതിന് അയാളെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നമ്മൾ സമാധാനം പറയണ്ടേ? ഒന്നും സംഭവിക്കില്ലെന്നേ. ബെഞ്ചമിൻ സാഹിബ് ആള് കഞ്ചാവാണെങ്കിലും നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. വീട്ടിലാവുമ്പോ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ ശല്യവും സഹിക്കണ്ടല്ലോ. പണ്ടിതുപോലെ കൊച്ചിയിൽ ചരക്കിറക്കിയിട്ട് വരുമ്പോ പാവം തോന്നിയിട്ട് ഒരുത്തിന് കൂടെ കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ. സ്വന്തം റെസ്റ്റോറന്റിൽ അവനെ ജോലിക്ക് നിർത്തിയതാ. അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അത് പൂട്ടിച്ചു. ഇപ്പൊ അവനാ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു. ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം. എല്ലാവരും ക്ലീറ്റസിനെ പോലെ ആവില്ലല്ലോ. എന്തായാലും ശരി, ബോധം വന്നു കഴിഞ്ഞാൽ അവനോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ. കടലമ്മ? അതെ, കടലമ്മയാണ്. എനിക്കൊരു വള്ളം നിറയെ മീൻ തരുമോ? തരാലോ, എന്റെ മോനെ വള്ളം നിറയെ മീൻ തരാം. അയില വേണോ മത്തി വേണോ? രണ്ടും തരാം. ജീവനോടെ വേണോ ശവം വേണോ? ഇങ്ങോട്ട് വേണം മത്തിയുടെ മോനെ. അയ്യോ, വലയിടാതെ മീൻ കിട്ടില്ല. നീ പോയിട്ട് നാളെ വാ. അയ്യോ, കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ. പിന്നെ ഈ മത്സ്യകന്നി ഞാനാ. പാല് കണ്ടില്ലേ? കാവിലമ്മേ കയ്യിന്ന് പോയ കേസാണല്ലോ. അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. എന്തിന്? അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അമ്മാമേ, അവിടെ എങ്ങനെ അടങ്ങിയിരുന്നേ? പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വര, ഇതെന്ത് പാദസര. അയ്യോ, ചങ്ങലക്കിട്ടിരിക്കുക. നീ ഏതാ? എന്താ നിന്റെ പേര്? രാധ. രാധയോ? രാധാകൃഷ്ണൻ. കൃഷ്ണനെ എന്തിനാ അവര് ഉപദ്രവിച്ചത്?